ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഇമാജിനേഷൻ യൂണിറ്റ് 2 ആണ് നോക്കുന്നത്. ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻറ്റ് ഈസ് നോട്ട് എ നോളജ് ബട്ട് ഇമാജിനേഷൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. ഡോർവേ നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചർ ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കുക, ക്യാപ്ഷൻസ് വായിക്കാനും പറഞ്ഞു. ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. ഞാൻ എൻ്റെ പാവയെ വളരെയധികം സ്നേഹിക്കുന്നു. ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ. ഞാൻ എൻ്റെ പാവയെ എന്നും കുളിപ്പിക്കുന്നു. ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. ഞാൻ എൻ്റെ പാവയ്ക്ക് എന്നും ഭക്ഷണം നൽകുന്നു. ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. ഞാൻ എൻ്റെ പാവയ്ക്ക് നല്ല കഥകൾ വായിച്ചു കൊടുക്കുന്നു. ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ഈവനിങ്. വൈകുന്നേരങ്ങളിൽ ഞാൻ എൻ്റെ പാവയോടൊപ്പം കളിക്കുന്നു. ഐ ലുൾ മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഞാൻ എൻ്റെ പാവയെ ഉറക്കാൻ ശ്രമിക്കുന്നു രാത്രികളിൽ. ഓക്കെ, ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം. ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്? എന്താണ്, നിങ്ങൾക്കൊരു പാവയുണ്ടെന്ന് സങ്കല്പിക്കുക. എങ്ങനെയാണ് നിങ്ങൾ അതിനെ പരിപാലിക്കുന്നത്? ഒരു ഇമാജിൻ ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ചെറിയൊരു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പാഠത്തിലേക്ക് വരാം. ഹിയർ ഇസ് ആൻ anecdote about a girl and her doll. The German writer Franz Kafka played an important role in it. It has also appeared in his biography. ആനിഡോട്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ഷോർട്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്നൊക്കെ പറയാം കേട്ടോ. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കാഫ്ക ഈ കഥയിൽ ഒരു പ്രധാന റോള് വഹിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഓൾസോ പ്രിപ്പയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് വരാം. എ ഡോൾസ് ജേണി. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. എന്താണ്, ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു അത്. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലെ ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു കാഫ്ക. He met a girl who was crying because she had lost her favorite doll. എന്താണ്, തൻ്റെ പ്രിയപ്പെട്ട പാവയെ നഷ്ടപ്പെട്ട് കരയുന്ന ഒരു പെൺകുട്ടിയെ അയാൾ കണ്ടുമുട്ടി. കാഫ്ക joined her in searching for the doll unsuccessfully. എന്താണ്, കാഫ്ക പെൺകുട്ടിയോടൊപ്പം ചേർന്ന പാവയെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. He consoled her. എന്താ, അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ചു. He also promised her that he would meet her the next day to continue looking for the doll. അല്ലേ, പാവയെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ അടുത്ത ദിവസം അവളെ കാണുമെന്ന് അയാൾ അവൾക്ക് വാക്ക് കൊടുത്തു. The next day they met at the park in the evening. എന്താണ്, പിറ്റേന്ന് വൈകുന്നേരം അവർ പാർക്കിൽ കണ്ടുമുട്ടി. ഓക്കെ, അങ്ങനെ അടുത്ത പാരഗ്രാഫ് നോക്കാം. ആഫ്റ്റർ സെർച്ചിങ് ഫോർ ദ സം ടൈംസ്. എന്താ, കുറച്ച് നേരം തിരഞ്ഞതിന് ശേഷം കാഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ ദ ബെഞ്ച് ഇൻ ദ പാർക്ക്. എന്താണ്, ഒരു ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് നേരമൊക്കെ അവർ തിരഞ്ഞു. എന്നിട്ട് ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു കത്ത് കിട്ടിയതായി കാഫ്ക നടിച്ചു. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. എന്താണ്, അയാൾ പെൺകുട്ടിക്ക് ആ കത്ത് നൽകി. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ which was mean to be from the doll. എന്താണ്, ആ പെൺകുട്ടിക്ക് ആ കത്ത് നൽകി. അപ്പോൾ പാവ അയച്ചതാണെന്ന രീതിയിലാണ് ആ കത്ത് കാഫ്ക തയ്യാറാക്കിയത്. ഓക്കെ, ഡോണ്ട് വെറി അബൌട്ട് മീ. എന്താണ്, എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. ദ ലെറ്റർ സെഡ്. ആ കത്തിൽ പറഞ്ഞിരുന്നു അങ്ങനെ. ഓക്കെ, ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഞാനൊരു ട്രിപ്പിലാണ്, എന്താണ്, ലോകമെമ്പാടുമുള്ള ഒരു യാത്രയിലാണെന്ന് പറഞ്ഞു. ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. ഇത് ശരിക്കും ആവേശകരമാണ്, ത്രില്ലിംഗ് ആണ്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ കം ബാക്ക്. ഞാൻ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാം, തിരിച്ചു വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ വേർഡ്സ് നോക്കുക. കൺസോൾവ്ഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ടു കംഫേർട്ട്. ഓക്കെ, ആശ്വസിപ്പിക്കുക. എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ത്രില്ലിങ്, അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഇനി മൂഡി എന്ന് പറഞ്ഞാൽ ഗ്ലൂമി ആയിട്ടിരിക്കുക. പ്രിറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ആക്ട് ആസ് എ സംതിങ് ഈസ് ട്രൂ, അല്ലേ, നടിക്കുക എന്നൊക്കെ പറയും. ആനിഡോട്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എ ഷോർട്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കാം. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് എ ലെറ്റർ ഫ്രം ദ ഡോൾ. എന്താണ്, ഗേളിന് പാവയിൽ നിന്ന് കത്തുകൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചർ ഇൻ ഡീറ്റെയിൽസ്. എന്താണ്, ആ കത്ത് അവളുടെ സാഹസികതയെക്കുറിച്ച് അവൾ വിശദമായി എഴുതി. ഓക്കെ, ദ ലെറ്റർ ഡെലിഗേറ്റഡ് ദ ഗേൾ. കത്തുകൾ പെൺകുട്ടിയെ സന്തോഷിപ്പിച്ചു.
His went on the same times, but Kafka noticed that the girl was become moody. Was days passed. ഇത് കുറേ കാലം തുടർന്നു കേട്ടോ. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും പെൺകുട്ടിയുടെ ഒരു മൂടിയായിട്ടുള്ളൊരവസ്ഥ കാഫ്ക ശ്രദ്ധിച്ചു. കാഫ്ക felt that he could not make up letters indefinitely. Finally, he found a way out. തൻ്റെ പാവ തിരികെ വരുമെന്ന് അവൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്, തനിക്ക് കത്തുകൾ ഇങ്ങനെ എഴുതാൻ കഴിയില്ലെന്ന് കാഫ്ക കരുതി. അവൾക്ക് ഇങ്ങനെ കത്തുകൾ എഴുതുന്നത് ശരിയല്ല എന്ന് കാഫ്കയ്ക്ക് തോന്നി. എന്നിട്ട് എന്താ, ഒടുവിൽ കാഫ്ക എന്ത് ചെയ്തു? ഒടുവിൽ കാഫ്ക ഒരു പോംവഴി കണ്ടെത്തി. ഓക്കെ, ദർ വർ നോ ലെറ്റേഴ്സ് ഫോർ സം ഡേയ്സ്. കുറച്ച് ദിവസത്തേക്ക് കത്തുകളൊന്നുമില്ലായിരുന്നു. ഓക്കെ, അപ്പം കുറച്ച് ദിവസത്തേക്ക് കത്തുകളൊന്നും നൽകിയില്ല. ദെൻ വൺ ഡേ കാഫ്ക ടോൾഡ് ദ ഗേൾ ദാറ്റ് ദ ഡോൾ വാസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാഫ്ക പെൺകുട്ടിയോട് പറഞ്ഞു, പാവയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞു എന്ന്. ഓക്കെ, അങ്ങനെ പറഞ്ഞു. He had met her while on a trip another part of the country. എന്താണ്, രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കുള്ള ഒരു യാത്രക്കിടയിലാണ് അദ്ദേഹം അവളെ കണ്ടുമുട്ടിയത് എന്നും പറഞ്ഞു. കാഫ്ക ഓൾസോ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. എന്താണ്, അയാൾ വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവിനെ അവൾ എന്നെ പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞു. ഷീ വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈംസ്. എന്താണ്, അവൾ കാഫ്ക എന്താണ് കുറച്ചു കാലമായി കത്തെഴുതാൻ പറ്റാത്തതിൽ എന്താണ് അവൾ സോറി ഒക്കെ പറഞ്ഞു എന്ന്. ഓക്കെ, ഷീ പ്രോമിസ്ഡ് ദാറ്റ് വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് the preparations for the wedding and were over. എന്താണ്, കുറച്ച് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞാലുടൻ എന്താണ് എഴുതാമെന്ന് അവൾ കാഫ്കയ്ക്ക് വാക്ക് കൊടുത്തു. ഓക്കെ, ദ ഗേൾ വാസ് ഹാപ്പി. അപ്പോൾ എന്താണ്, ഗേളിന് സന്തോഷമായി. ടു ഹെർ ഫ്രം ദ ഡോൾ. എന്താണ്, പാവയിൽ നിന്ന് ഇത്രയും വാക്കുകൾ കേട്ടപ്പോൾ ഗേളിന് സന്തോഷമായി. ബട്ട് ഷീ വോണ്ടഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. എന്താണ്, പക്ഷേ പാവയെ എപ്പോൾ കാണാൻ കഴിയുമെന്ന് അവൾ ആവശ്യപ്പെട്ടു. ഓക്കെ, ഇത്രയാണ് ഈ സ്റ്റോറി. ഓക്കെ, നോക്കാം. അതിൽ എക്സസൈസും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ടീച്ചർ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക, മീനിങ് നോക്കുകയാണ് കേട്ടോ. നിങ്ങൾ മീനിങ് കാര്യമായിട്ട് നിങ്ങൾ പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഓരോ വേർഡ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അഡ്വഞ്ചർ, എക്സൈറ്റിംഗ്, എക്സ്പീരിയൻസ് ഫോർ ജേണി ഒക്കെ പറയാം. പിന്നെ എൻഗേജ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോമിസ്ഡ് എന്ന് പറയാം. ഓക്കെ, വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ മാരേജ്. ഓക്കെ, ഓരോ വേർഡ്സും പുതിയ പുതിയ വേർഡ്സ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബോക്സിൽ അവിടെ മൈ വേർഡ് ഗാലറിയില്ലേ അവിടെ എഴുതുക, അതിൻ്റെ മീനിങ് എഴുതുക. ഓക്കെ, മലയാളം പഠിക്കുക, ഇംഗ്ലീഷും പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.